പറയുന്ന ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ടൈപ്സ് ഓഫ് പ്ലാനിങ്. മിക്ക എക്സാമിനും കുട്ടികൾക്ക് തെറ്റിപ്പോകുന്ന മാർക്ക് നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ടൈപ്സ് ഓഫ് പ്ലാനിങ്. കാരണം ആപ്ലിക്കേഷൻ ലെവലിൽ ചോദ്യം ചോദിക്കുമ്പോൾ എന്ത് ടൈപ്പ് ഓഫ് പ്ലാൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റേണ്ടി വരും. ഏറ്റവും സിമ്പിൾ ആയിട്ട് 1 മിനിറ്റിനുള്ളിൽ നമുക്കിത് പഠിക്കാം. ഒന്നാമത്തെ സിംഗിൾ യൂസ് പ്ലാനും സ്റ്റാൻഡിംഗ് പ്ലാൻസും. എന്താണ് സിംഗിൾ യൂസ് പ്ലാൻ എന്ന് വെച്ചാൽ ഒരൊറ്റ ഇവന്റിന് വേണ്ടി മാത്രം ഒരൊറ്റ പ്രോഗ്രാമിലേക്ക് ഒരു തവണ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാനാണ് സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറയുന്നത്. എൻഡ് ആഫ്റ്റർ ദ ഗോൾ ഈസ് അച്ചീവ്ഡ്. ഇനി അതേസമയം സ്റ്റാൻഡിംഗ് പ്ലാനോ റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഡെയിലി റുട്ടീൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്ലാനുകളെയാണ് സ്റ്റാൻഡിംഗ് പ്ലാൻസ് എന്ന് പറയുന്നത്. ഇനി സിംഗിൾ യൂസ് പ്ലാനിൽ വരുന്നതാണ് ബജറ്റ്, പ്രോഗ്രാം, പ്രൊജക്ട്. ബജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന എക്സ്പെക്റ്റഡ് റിസൾട്ടിനെ കുറിച്ച് നമ്മൾ ന്യൂമറിക്കൽ ടേംസിൽ എഴുതും. അതാണ് ബജറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ഷൻ പ്ലാനാണ്. ഒരു പ്രോഗ്രാം നടത്താൻ വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ആക്ഷൻസ് പ്ലാനിനെയാണ് നമ്മൾ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇനി പ്രൊജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 1 ടൈം ജോബ്, ഒറ്റ തവണത്തേക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ജോബിനെയാണ് നമ്മൾ പ്രൊജക്ട് എന്ന് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് വൺ ക്യാമ്പയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് അല്ലെ, നമ്മൾ ഇത് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ക്യാമ്പയിൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ദെൻ പോളിസീസിലോട്ട് വരുമ്പോൾ ജനറൽ ആയിട്ടുള്ള ഗൈഡ് ലൈൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡിഫറെൻറ്റ് പോളിസീസ് എന്ന് നമ്മൾ പറയുന്നത്. ഒരു ഓർഗനൈസേഷനിൽ റിപ്പീറ്റഡ്ലി എല്ലാ വർഷവും സെയിം പോളിസി ആയിരിക്കും. സോ അത് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ ദാറ്റ് ഈസ് പോളിസി. ഇനി പ്രൊസീജിയർ എന്ന് വെച്ചാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ ലാബിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നത്. കാരണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൂസ് ആൻഡ് ഡോട്ട്സ്, എന്ത് ചെയ്യാം എന്ത് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ നോ സ്മോക്കിംഗ്, അത് ചെയ്യരുത്, അതെന്ന് പറഞ്ഞൊരു റൂളാണ്. ഓക്കെ, സോ അത് റൂളാണ്. നെക്സ്റ്റ് വൺ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടാസ്ക് നമ്മളെ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ്. ഓക്കെ, സ്റ്റാൻഡേർഡ് വേ ഓഫ് ഡൂയിങ് എ ടാസ്ക്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നമ്മൾ മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.